സാർ യുവ വിപണിയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നേട്ടമെല്ലാം കൈവിട്ടുകൊണ്ടാണ് യുവ വിപണി വ്യാപാരം അവസാനിപ്പിച്ചതെന്ന് കാണാം. ഡൗ ജോൺസിലേക്ക് വരുമ്പോൾ 0.42% ഇടിവ് രേഖപ്പെടുത്തി 37,525.16 എന്നൊരു റേഞ്ചും, നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 0.09% വളരെ നേരിയത് ഇത് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ 14,857.71 എന്നൊരു റേഞ്ചിലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. S&Pയിലേക്ക് വരികയാണെങ്കിലും ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിൽ 0.15% ഇടിവോടുകൂടി 4,756.5 എന്നൊരു റേഞ്ചിലുമായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാം. നിഫ്റ്റി അമേരിക്കൻ വിപണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബോണ്ട് ഈൽഡിലും ഇന്നലെ നേരിയൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മാർച്ചോട് കൂടി ഒരു ഫെഡിന്റെ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നിക്ഷേപകർക്കിടയിൽ ഉയർന്നു വരുന്നത്. ഇതൊക്കെ തന്നെ വിപണിയെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് അനലിസ്റ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത്. വിപണിയെ സംബന്ധിച്ച് വിപണിയെ സംബന്ധിച്ച് സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അനില, ആദ്യം തന്നെ ഡൗ ജോൺസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ മാസമായിരുന്നു ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈലോട്ട് എത്തിയത്. അറൌണ്ട് 37,778 ആ ഒരു റേഞ്ചിലായിരുന്നു. സോ അതിനെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിന് 38,000 പോയിന്റ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഡൗ ജോൺസിൽ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കത്തുള്ളൂ. Now, as far as we are concerned, നമുക്ക് അമേരിക്കൻ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരേ ഒരു മേജർ സപ്പോർട്ട് ലെവൽ ശ്രദ്ധിച്ചിരുന്നാൽ മതി. 37,000 പോയിന്റ്, 37,000 പോയിന്റ്സിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. ഇനി വരുന്ന അനില പറഞ്ഞത് അനലിസ്റ്റുമാരുടെ എക്സ്പെക്ടേഷൻ അബൌട്ട് ഇൻട്രസ്റ്റ് റേറ്റ്സ് എനിക്ക് വളരെ വ്യക്തമല്ല എങ്ങനെ അനലിസ്റ്റുമാർ ഇങ്ങനെ ഒരു അഭിപ്രായത്തിലോട്ട് വന്നതെന്ന്. കാര്യം ഇൻഫ്ലേഷൻ റേറ്റ്സ് ഇപ്പോഴും വളരെ ഹൈ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു, ദോ ഇറ്റ് ഈസ് അണ്ടർ കൺട്രോൾ. ആൻഡ് ഈ വരുന്ന മീറ്റിംഗിൽ ഐ ഡോണ്ട് തിങ്ക് നമ്മൾ ആരും ഇൻട്രസ്റ്റ് റേറ്റ് ഫെഡറൽ റിസർവ് കട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ മോസ്റ്റ് ലൈക്ലി സിനാരിയോ ഇൻട്രസ്റ്റ് റേറ്റ് നിലനിർത്തും. ക്രൂഡ് ഓയിലിന്റെ വില വീക്കായി തുടരുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ നമുക്കൊരു നേരിയ തോതിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കാം. സോ ഐ ഡോണ്ട് തിങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും മാർക്കറ്റും തമ്മിൽ ഇപ്പോൾ നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഫോക്കസ് മുഴുവൻ ഇരിക്കേണ്ടത് ഒന്ന് ഡൗ ജോൺസ് ഇൻഡെക്സ് ആണെങ്കിൽ ലെറ്റ് us ഫോക്കസ് ഓൺ റെസിസ്റ്റൻസ് ഓഫ് 38,000, സപ്പോർട്ട് ഓഫ് 37,000 ആൻഡ് ഈ ക്വാർട്ടർലി റിസൾട്ട് അമേരിക്കയിലും വന്നു തുടങ്ങും. അതിലായിരിക്കാം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. As far as Nasdaq index is concerned, Nasdaq indexൽ കുറെ കൂടെ പ്രോബ്ലം ഞാൻ കാണുന്നുണ്ട്. കാര്യം നാസ്ഡാക്ക് ഇൻഡെക്സിന് 17,000 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് എളുപ്പം ആയിരിക്കത്തില്ല. അറൌണ്ട് 17,000 ഇസ് ദ റെക്കോർഡ് ഓൾ ടൈം ഹൈ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് തിരിച്ച നാസ്ഡാക്ക് ഇൻഡെക്സിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡിൽ ഇന്നൊരു പോസിറ്റീവ് നോട്ടാണ് കാണാൻ സാധിക്കുന്നത്. 0.36% നേട്ടത്തിൽ WTI ക്രൂഡ് ബാരലിന് 72.5 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെൻഡിലേക്ക് വരികയാണെങ്കിൽ 0.28% നേരിയൊരു നേട്ടം രേഖപ്പെടുത്തി ബാരലിന് 77.81 എന്നൊരു റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഷോർട്ട് ടൈം വ്യൂ എന്താണ്? ക്രൂഡിന്റെ ഷോർട്ട് ടേം അറ്റ് ദ മൊമെന്റ് സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയാം, ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ ബെയറിഷ് ഔട്ട്ലുക്ക് ക്രൂഡിൽ നിന്നും മാറ്റി ഐ എം ആക്ച്വലി സീയിങ് എ നൈസ് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് ക്രൂഡിൽ ഒരു ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് സ്വീറ്റ് ക്രൂഡിൽ നമ്മൾ $75 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. $75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ക്രൂഡിന്റെ കേസിൽ ഫ്രം $4 to $6, $4 മുതൽ $6 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ബുള്ളിഷ് ട്രിഗർ നെഗേറ്റ് ചെയ്ത് തിരിച്ച് ബെയറിഷ്നെസ്സിലോട്ട് പോകണമെങ്കിൽ ക്രൂഡ് ഓയിൽ $69 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് വരികയാണെങ്കിലും ഗോൾഡ് വീണ്ടും തുടർച്ചയായിട്ടൊരു ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 0.15% വളരെ നേരിയ നേട്ടം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ട്രൈ ഔൺസിന് 2036.25 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? So gold, just like you said, ഗോൾഡിന്റെ ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. നമ്മൾ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം.
ബട്ട് കയ്യിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് മേജർ സപ്പോർട്ട് ഏരിയാസ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തത് $2010, $2010 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ആൻഡ് അതേസമയം $1980 റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് വിൽ ഓൾസോ ബിക്കം ബെയറിഷ്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു പുതിയ ബുള്ളിഷ് എൻട്രികൾ ലഭിക്കണമെങ്കിൽ gold has to break $2070. സർ, ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ നിഫ്റ്റിയിൽ തുടക്കത്തിൽ നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയായിരുന്നു വ്യാപാരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 21,653.6 എന്നൊരു റേഞ്ചിൽ. ഇൻട്രാഡേ ഹൈ നോക്കുകയാണെങ്കിൽ 21,724.45 വരെ എത്താൻ വിപണിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞുള്ള അവസാന മണിക്കൂറുകളിൽ വലിയൊരു സെല്ലിംഗ് പ്രഷറാണ് വിപണി നേരിട്ടിട്ടുണ്ടായിരുന്നത്. 21,517.85 വരെ വിപണി എത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഉച്ച കഴിഞ്ഞുള്ള സെഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ലോയ്ക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടായിരുന്നു വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരുന്നത്. ഒടുവിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ 21,544.85 എന്നൊരു റേഞ്ചിലെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും 21,600 എന്നൊരു റേഞ്ച് കൈവിട്ടുകൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുമുണ്ടായിരുന്നത്. വിപണിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള വിലയിരുത്തൽ എന്താണ്? സോ നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റി 50ക്ക് ദ ഓൾ ടൈം ഹൈസ് അറൌണ്ട് 21,800 പോയിന്റ്സ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നിഫ്റ്റി 50യിൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തില്ല. നിലവിലുള്ള നിഫ്റ്റിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് എങ്കിലും നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒക്ടോബർ 26 ശേഷം നമുക്ക് നിഫ്റ്റി 50യിൽ കാര്യമായിട്ടൊരു കറക്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല. അതിനെ തുടർന്ന് വാട്ട് വി ഹാവ് ഗോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നിഫ്റ്റിയിൽ ഏത് നിമിഷവും ഒരു കറക്ഷൻ വരാം. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും മേജറായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 21,400 പോയിന്റ്സ് ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ നിഫ്റ്റിയുടെ സൂചികളിലേക്ക് നോക്കുകയാണ്. നിഫ്റ്റി റിയൽറ്റി ആയിരുന്നു ഒരു ടോപ്പ് പെർഫോമറായിട്ട് നിലകൊണ്ടിരുന്ന. ധാരാളം സെഷൻസിൽ നമ്മൾ നിഫ്റ്റി റിയൽറ്റിയെ സംബന്ധിച്ച് സംസാരിച്ചതാണ്. നിഫ്റ്റി റിയൽറ്റിയോടൊപ്പം തന്നെ നിഫ്റ്റിക്ക് കനത്ത ഒരു സപ്പോർട്ട് നൽകിയത് നിഫ്റ്റി ഓട്ടോ മേഖല കൂടിയാണ്. 0.92% നേട്ടത്തിൽ 18,519.8 എന്നൊരു റേഞ്ച് ആയിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓട്ടോ സെഗ്മെന്റിലേക്ക് നോക്കുമ്പോൾ മതേഴ്സൺ ഉൾപ്പെടെയുള്ള ധാരാളം കമ്പനികൾ ലൈഫ് ടൈം ഹൈയിലേക്ക് രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഓട്ടോയെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇനി ഈ ഒരു സൂചികയിൽ സാറിന്റെ ഫോക്കസുള്ള ഓഹരികൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ഓട്ടോ ഇൻഡെക്സ് ലൈക്ക് യു സെഡ് വളരെ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നു. അഗൈൻ ജസ്റ്റ് ലൈക്ക് നമ്മൾ ആക്ച്വലി മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ മാത്രമല്ല, ഓൾമോസ്റ്റ് എക്സെപ്റ്റ് ഫോർ മീഡിയ ഓൾമോസ്റ്റ് എവറി ഇൻഡെക്സ് വളരെ വളരെ സ്ട്രോങ്, വളരെ പോസിറ്റീവ് ബുള്ളിഷ് മൊമെന്റോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇതിലൊക്കെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാലത്തൊന്നും ഈ ഒരു ഇൻഡെക്സിലും നമുക്ക് ഒരു നല്ല കറക്ഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിട്ടില്ല. ഓട്ടോ ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 18,750. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഓട്ടോ ഇൻഡെക്സിന് അത്ര എളുപ്പമായിരിക്കത്തില്ല. ആൻഡ് ഓട്ടോ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇന്നലെ ബജാജ് ഓട്ടോ വെന്റ് ഇൻ ടു എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. ബജാജ് ഓട്ടോയുടെ കേസിൽ ദേഴ്സ് എ ബൈബാക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ബജാജ് ഓട്ടോയ്ക്ക് ഇന്നലത്തെ ഓൾ ടൈം ഹൈ 7,399 രൂപ അത് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. സോ വി ഹാവ് ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ. ഈ ഹൈ ലെവൽസിൽ ഒരിക്കലും ഒരു പുതിയ ലോങ് പൊസിഷൻ ശ്രമിക്കരുത്. ഇൻ ദ കേസ് ഓഫ് എ ഹീറോ മോട്ടോ 4,200 വിച്ച് അഗൈൻ ഇസ് ദ ഓൾ ടൈം ഹൈ ഇസ് ദ മേജർ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ യു ക്യാൻ എക്സ്പെക്ട് സം ബുള്ളിഷ് മൊമെന്റം. കഴിഞ്ഞ 5 ആഴ്ചകളായിട്ട് ടി വി എസ് മോട്ടോ 2,080 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. ടാറ്റ മോട്ടോറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ടാറ്റ മോട്ടോ ഔട്ട്ലുക്ക് ആൻഡ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് ടാറ്റ മോട്ടോ 820 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഇറ്റ് വിൽ നോട്ട് ബി ഈസി. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ യു ക്യാൻ സി എ ലോട്ട് ഓഫ് ബുള്ളിഷ് മൊമെന്റം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 775 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ഫൈനലി
നമുക്ക് ഓട്ടോ മേഖലയിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഐ തിങ്ക് വൺ സ്റ്റോക്ക് നമ്മുടെ റഡാറിൽ വെച്ചിരിക്കാവുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി അശോക് ലേലൻഡ്. സോ ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ഡിസംബർ മാസത്തിൽ നമുക്ക് അശോക് ലേലൻഡിൽ ഒരു കുതിപ്പ് കാണാൻ സാധിച്ചു. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വി ആർ സീയിങ് എ ഗുഡ് കറക്ഷൻ. അശോക് ലേലൻഡിൽ പുതിയ ഒരു ബുള്ളിഷ് ട്രിഗർ വരണമെങ്കിൽ 181 രൂപയുടെ റെസിസ്റ്റൻസിന്റെ മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്യണം. സർ, അതിനോടൊപ്പം ഇന്നലെ ഇപ്പോൾ വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ മേഖലയിലെ കമ്പനികളിൽ വളരെ വലിയൊരു മുന്നേറ്റം അല്ലെങ്കിൽ ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സർവ്വകാല ഉയരത്തിലേക്ക് എത്തി, സർവ്വകാല ഉയരമായി രേഖപ്പെടുത്തി 305.95 എന്ന റേഞ്ച് വരെ എത്തുകയും ഇൻട്രാഡേയിൽ മാത്രം 12% നേട്ടമാണ് ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നതും 6.83% നേട്ടത്തിൽ 292.55 എന്നൊരു റേഞ്ചിലുമായിരുന്നു. GSFC സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു വഡോദരയിൽ പുതിയൊരു അമോണിയം സൾഫേറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറി ഓപ്പൺ ചെയ്തതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇതോടുകൂടി അവരുടെ കപ്പാസിറ്റിയിൽ വളരെ വലിയൊരു വർധനമാണ്, ഏകദേശം 132,000 മെട്രിക് ടണ്ണായി കപ്പാസിറ്റി ഉയർന്നു എന്നും കമ്പനി എക്സ്ചേഞ്ച് ഫയലിംഗിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗുജറാത്ത് കെമിക്കൽ ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ GSFC മാത്രമല്ല, ഓൾമോസ്റ്റ് ഏത് മേജർ ഫെർട്ടിലൈസർ സ്റ്റോക്ക് നമ്മൾ സ്റ്റഡി ചെയ്താലും അണ്ടർടോൺ വളരെ ബുള്ളിഷ്. ആൻഡ് ഇന്നലെ ഒത്തിരി സ്റ്റോക്സിൽ നമുക്കൊരു ട്രിഗർ ലഭിച്ചിരുന്നു വാങ്ങിക്കാനായിട്ട്. GSFCയിൽ അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ് കാണുന്നില്ല. നമ്മളൊരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറണ്ട് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 270 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. 270 റുപ്പീസിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ബിക്കം ബെയറിഷ്. നമുക്ക് സ്റ്റോക്ക് മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന 3-4 റെസിസ്റ്റൻസ് ഏരിയ. ആദ്യത്തെ 300, അതിനെ തുടർന്ന് 310, അതിനെ തുടർന്ന് 318, 328. ദീസ് വിൽ ബി ദ മേജർ റെസിസ്റ്റൻസസ്. നൗ GSFCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലെ വേറെ 3 ഫെർട്ടിലൈസർ സ്റ്റോക്സ് എന്റെ ശ്രദ്ധയിലോട്ട് വന്നത്. ആദ്യത്തെ മദ്രാസ് ഫെർട്ടിലൈസർ. എഗൈൻ മദ്രാസ് ഫെർട്ടിലൈസർ അറൌണ്ട് 110 രൂപയിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ ലെവലിൽ നിന്നും മൈ എക്സ്പെക്ടേഷൻ ഒരു 10 മുതൽ 15 രൂപയുടെ നേട്ടം മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന് തരാൻ സാധിക്കും. നാഷണൽ ഫെർട്ടിലൈസർ കുറെ കൂടെ ശക്തി കാഴ്ചവെച്ചിരുന്നു. ആൻഡ് മദ്രാസ് ഫെർട്ടിലൈസർ ക്ലോസ് ചെയ്തത് ഇറ്റ് വാസ് അറ്റ് 101. ആൻഡ് ഈ സ്റ്റോക്കിൽ ഞാൻ ഒരു 10% നേട്ടം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി പരാതി ഫോസ്ഫേറ്റ് 78 രൂപ 50 പൈസയ്ക്ക് അടുത്തായിരുന്നു ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ റെസിസ്റ്റൻസ് വരാൻ പോകുന്നത് 83 രൂപ. 83ന്റെ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 87 രൂപയിലായിരിക്കും. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകരുടെ ക്വയറീസ് വരുന്നുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 0.26% നേട്ടത്തിൽ 58 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈയിലേക്ക് നോക്കുകയാണെങ്കിലും ഡിസംബർ 11-ാം തീയതിയായിരുന്നു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 63 എന്നൊരു നിലവാരത്തിലേക്ക് എത്തിയത്. ഉജ്ജീവൻ സ്മോൾ ഫിനാൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ലോങ് ടേം വ്യൂ എന്താണ്? അല്ല, ഉജ്ജീവന്റെ ലോങ് ടേം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു ഒക്ടോബർ മാസത്തിന് ശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 52 രൂപ. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 61 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. So unless and until it breaks 61 rupees resistance, നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസബിൾ അല്ല. ബട്ട് ഉജ്ജീവനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് വേറൊരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് ഇന്നലെ ഒത്തിരി നേട്ടം നമുക്ക് നൽകിയിരുന്നു, വിച്ച് ഇസ് സൂര്യോദയ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്. നമ്മളൊരു സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി സൂര്യോദയ്. കാര്യം സൂര്യോദയ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം 4-5 മാസം നീണ്ടു നിന്ന കറക്ഷൻ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ബിലീവ് ഇറ്റ് ഇസ് എ ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി. സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 190, 195. ആൻഡ് ഐ തിങ്ക് ദാറ്റ് സ്റ്റോക്ക് വിൽ ബ്രേക്ക് ദാറ്റ് റെസിസ്റ്റൻസ് ലെവൽ.
പിന്നീട് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഫിനോ പേയ്മെന്റ് ബാങ്കിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഫിനോ പേയ്മെന്റ് ബാങ്കിലും നമുക്ക് ഒത്തിരി മുന്നേറ്റം കാണാൻ സാധിച്ചു. ബട്ട് ഇന്നലെ സ്റ്റോക്കിൽ ഒത്തിരി പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിരുന്നു. ഈ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ സപ്പോർട്ട് ഏരിയ ബിറ്റ്വീൻ 275 ആൻഡ് 280. ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെയും പുതിയൊരു സർവ്വകാല ഉയരം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു 441.35 എന്നൊരു റേഞ്ചിൽ. ഇന്നിപ്പോൾ നോക്കുകയാണ്, വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 2.25% നേട്ടത്തിൽ 439.05 എന്നൊരു റേഞ്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. HPCLുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന് 2 മേജർ റെസിസ്റ്റൻസ് കാണുന്നത്. ആദ്യത്തെ 440 രൂപ, അതിനുശേഷം 450. ഈ ഒരു റേഞ്ചും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ച അടുത്ത മേജർ ടാർഗറ്റ് 470. ആൻഡ് നമ്മളിപ്പോ ഭാരത് പെട്രോളിയം നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ സെയിം കൈൻഡ് ഓഫ് എ പാറ്റേൺ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ സംതിങ് സിമിലർ. ബട്ട് ഈ 3 സ്റ്റോക്സിലും നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഇതിന്റെ ഫോർച്യൂൺസ് ആർ ഹൈലി ഡിപെൻഡന്റ് ഓൺ ക്രൂഡ് ഓയിൽ പ്രൈസസ്. ഞാൻ നേരത്തെ ഇന്ന് സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് ഓയിലിന്റെ കേസിൽ വി ആർ സീയിങ് എ വെരി ഗുഡ് ബുള്ളിഷ് സെറ്റപ്പ്. സോ ക്രൂഡ് ഓയിലിന്റെ പ്രൈസസ് ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലൊക്കെ നമുക്ക് സെല്ലിംഗ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർ, മറ്റൊരു പ്രേക്ഷകൻ വേദാന്ത ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.54% നേട്ടത്തിൽ 259.85 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 50-day ഹൈ നോക്കുകയാണെങ്കിലും കഴിഞ്ഞ വർഷം 2023 ജനുവരിയിലായിരുന്നു 50-day ഹൈ റേഞ്ച് ആയിട്ടുള്ള 340.75 എന്നൊരു ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. പിന്നീട് ആ ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദാന്തയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തൊരു കമ്പനിയാണ് വേദാന്ത. ആൻഡ് വേദാന്ത ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്. ഒത്തിരി കടങ്ങളുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി മച്ച് ബെയറിഷ്. ഇറ്റ്സ് എ വെരി ഹൈ റിസ്ക് പ്രൊപ്പോസിഷൻ. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ അഡ്വൈസ് വിൽ ബി നോ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാൾ എത്രയോ സ്റ്റോക്കുകളുണ്ട്, എത്രയോ കമ്പനികളുണ്ട് വേർ ദ ഫൈനാൻഷ്യൽസ് ആർ മച്ച് ബെറ്റർ. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ്. ഓഹരി ഇന്നലെ 1.4% ഇടിവിൽ 84.25 എന്നൊരു റേഞ്ചിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50-day ഹൈ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ 5 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 5 ആയിരുന്നു 100.7 രൂപ എന്നൊരു റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ആ ലെവലിലേക്ക് എത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ടത്? See, the long-term trend for IDFC continues to be very much bullish, but short-term trend is bearish. And ഈ സ്റ്റോക്കിൽ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 83 രൂപയിലാണ്. 83 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ there's a high probability. 83 രൂപയുടെ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. സർ, അതിനൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി വളരെ ഫ്ലാറ്റ് നോട്ടിൽ 0.15% മാത്രം നേട്ടം രേഖപ്പെടുത്തി 379 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു 50-day ഹൈ നോക്കുകയാണെങ്കിലും ജനുവരി 4 402.9 എന്നൊരു റേഞ്ചായിരുന്നു ക്ലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ചമ്പൽ ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വിലയിരുത്തൽ എന്താണ്? സോ ചമ്പൽ ഫെർട്ടിലൈസർ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ ഒത്തിരി ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ബട്ട് നമ്മൾ ആദ്യം സംസാരിച്ച എല്ലാ ഫെർട്ടിലൈസർ സ്റ്റോക്സും ഗവൺമെന്റ് ഓൺഡ് PSU ഫെർട്ടിലൈസർ സ്റ്റോക്സ് ആയിരുന്നു.
ആൻഡ് ബട്ട് നമ്മളിപ്പോൾ പ്രൈവറ്റ് സെക്ടർ ഫെർട്ടിലൈസർ സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫെർട്ടിലൈസർ കമ്പനീസിൽ വി ക്യാൻ സീ സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റം. ആൻഡ് ചമ്പൽ ഫെർട്ടിലൈസേഴ്സിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 386, 386 റെസിസ്റ്റൻസിന്റെ മുകളിൽ സ്റ്റോക്കിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഐ തിങ്ക് വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ്. സർ, അതേ മേഖലയിൽ നിന്നുള്ള ഖൈത്താൻ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസറുമായി ബന്ധപ്പെട്ട വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ 2.46% നേട്ടത്തിൽ 75 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും 2023 മെയ്യിലായിരുന്നു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 82 എന്നൊരു റേഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ലെവലിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഖൈത്താൻ കെമിക്കൽസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ കൈത്തൻ വന്നിട്ട് ഇറ്റ് വിൽ ബി എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ട്രേഡിംഗ് നടക്കുന്നത് അറൌണ്ട് 70-75 രൂപ ലെവലിൽ. ആൻഡ് കാര്യമായിട്ട് ഒരു ലിക്വിഡിറ്റി വോള്യൂം ഈ സ്റ്റോക്കിന്റെ ട്രേഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൈ സ്ട്രോങ് അഡ്വൈസ് വിൽ ബി, നമ്മൾ ഇന്ന് കാലത്ത് സംസാരിച്ച പരാദീപ് ഫോസ്ഫേറ്റ്, അതല്ലെങ്കിൽ നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ, കേരള ബേസ്ഡ് ഫാക്ട്, FACT മുതലായ സ്റ്റോക്സിലായിരിക്കണം നമ്മുടെ ഫോക്കസ് ഉള്ളത്. അടുത്തതായിട്ട് DLF ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ പുതിയൊരു 52 ഹൈ റേഞ്ച് ആയിട്ടുള്ള 793 എന്നൊരു ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. ഏകദേശം അതിനടുത്ത് നിന്നുകൊണ്ട് 790.25 രൂപ എന്നൊരു നിലവാരത്തിലാണ്. 4.08% നേട്ടത്തോടു കൂടിയാണ് ക്ലോസിംഗ് ചെയ്തിരിക്കുന്നത്. DLF ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. ഇതിൽ ഒരേ ഒരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒക്ടോബറിന് ശേഷം ഞാൻ നേരത്തെ നിഫ്റ്റി 50യെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും ഒരു കറക്ഷനും നടന്നിട്ടില്ല. സോ വാല്യുവേഷൻസ് അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ പുതിയ ലോങ് പൊസിഷൻ എടുക്കാതിരിക്കുക. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 740 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. സർ, മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ട്രൈഡൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ ഒരു പുതിയ 50 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 52.9 രൂപ എന്നൊരു നിലവാരം ടെസ്റ്റ് ചെയ്യുകയും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 2.07% നേട്ടത്തോടു കൂടി 49.2 എന്നൊരു റേഞ്ചിലുമാണ്. ട്രൈഡൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? രണ്ട് ട്രെൻഡും വളരെ ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഇന്നലെ ആക്ച്വലി സ്പീക്കിംഗ് വളരെ വീക്കായിട്ടായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത് ബിക്കോസ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് എടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് വുഡ് ബി എ ഗുഡ് സ്ട്രാറ്റജി. പുതിയ ലോങ് പൊസിഷൻ ഈ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. അഗെയിൻ റിമെമ്പർ, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഓഹരി ഇന്നലെ 0.19% നേരിയ ഇടിവ് രേഖപ്പെടുത്തി 132.4 എന്നൊരു റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഹരിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? സോ അല്ല, ഞാൻ നേരത്തെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ IOC കുറിച്ച് പറഞ്ഞിരുന്നു. ആൻഡ് the trend is very much bullish for IOC also. But എങ്കിലും സ്റ്റോക്ക് ഇസ് റൈപ്പ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. നാം പുതിയ ലോങ് പൊസിഷൻ ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 130 രൂപ. 130ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബെറ്റർ ടു ക്ലോസ് ലോങ് പൊസിഷൻ.